പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർ പ്രഗ്നൻ്റ് ആകാത്തതിൻ്റെ റീസൺ ചോദിച്ച് ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് കുറച്ച് ടെസ്റ്റ് പറയും. അതിൽ പ്രൊലാക്റ്റിൻ ഹോർമോണിൻ്റെയും ടെസ്റ്റ് പറയും. അപ്പോൾ എന്താണ് ഈ പ്രൊലാക്റ്റിൻ? പ്രൊലാക്റ്റിൻ ഒരു ഹോർമോൺ ആണെന്ന് ഓൾറെഡി നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. ഇത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ് റിലീസാകുന്നത്. പ്രൊലാക്റ്റിൻ, പ്രോ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ്, ലാക്റ്റിൻ എന്ന് പറഞ്ഞാൽ ലാക്ടേഷൻ. അതിനെ നമ്മൾ PRL അല്ലെങ്കിൽ ലാക്ടോജനിക് ഹോർമോൺ എന്നും പറയും. ഇതിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഫീമെയിൽസിന് ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ആകുന്നത്. ഇത് സ്ത്രീകളിൽ മാത്രമല്ല മെയിൽസിലും പ്രൊലാക്റ്റിൻ ഹോർമോൺ കാണും. എന്നാൽ മെയിൽസിൽ ഇതിൻ്റെ അളവ് സ്ത്രീകളെ അപേക്ഷിച്ച് കുറവായിരിക്കും. പ്രൊലാക്റ്റിൻ ഹോർമോണിൻ്റെ അളവ് സ്ത്രീകളിൽ കൂടുമ്പോൾ അത് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടിയാൽ പീരീഡ്സിൽ ബ്ലീഡിംഗ് ഒരുപാട് കുറവായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ദിവസം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അമ്നോറിയ ആകാനും ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ പീരീഡ്സ് 4 മാസമോ 5 മാസമോ 6 മാസമോ ഒക്കെ കൂടുമ്പോഴായിരിക്കും വരുന്നത്. പ്രഗ്നൻ്റ് ആകാനും ബുദ്ധിമുട്ടുണ്ടാകും, കാരണം സൈക്കിൾസ് റെഗുലർ അല്ല. അതുകൊണ്ട് തന്നെ ഓവുലേഷൻ ശരിയായിട്ട് നടക്കത്തില്ല. ഇത് കേട്ടിട്ട് പ്രൊലാക്റ്റിൻ കൂടിയിരിക്കുന്ന എല്ലാവരും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം കുറച്ച് നോർമൽ ഫിസിയോളജിക്കൽ കണ്ടീഷൻസും ഉണ്ട്. ആ കണ്ടീഷൻസിൽ പ്രൊലാക്റ്റിൻ കൂടിയിരിക്കും. അത് നോർമലാണ്. എക്സസൈസ്, സ്ലീപ്പ്, പ്രത്യേകിച്ച് ഉച്ചയ്ക്കത്തെ സമയത്ത് ഉറങ്ങിയിട്ട് നിങ്ങൾ പോയി പ്രൊലാക്റ്റിൻ ഹോർമോൺ ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ച് കൂടിയിരിക്കും. നെർവസ് ടെൻഷൻ, ലാക്ടേറ്റിംഗ് മദർ ആണെങ്കിലോ ഒക്കെ പ്രൊലാക്റ്റിൻ ഹോർമോൺ റിലീസാകും. പ്രൊലാക്റ്റിൻ ഹോർമോണിൻ്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് 10 തൊട്ട് 32 നാനോഗ്രാം പെർ ml ആണ്. ഇതിലും കൂടുതൽ ഉണ്ടെങ്കിൽ പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുതൽ അളവിൽ ഉണ്ടെന്ന് പറയാം. പക്ഷേ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ കണ്ടീഷൻസ് അടിസ്ഥാനമാക്കിയും വ്യത്യാസം വരും. പ്രൊലാക്റ്റിൻ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജനറലി TSH ഹോർമോണും ടെസ്റ്റ് ചെയ്യണം. പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടിയിരിക്കുന്ന ടൈമിൽ TSH ഹോർമോൺസും കൂടാൻ ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസവും പ്രൊലാക്റ്റിൻ ഹോർമോണും അസോസിയേറ്റഡ് ആണ്. ഇതാണ് പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടിയിരിക്കാനായിട്ടുള്ള ഫിസിയോളജിക്കൽ കണ്ടീഷൻസ്. പിന്നെ അടുത്ത ഒരു റീസൺ എന്ന് പറയുന്നത് ചില മെഡിസിൻസ് കഴിച്ചാലും പ്രൊലാക്റ്റിൻ ഹോർമോൺസിൻ്റെ അളവ് കൂടി നിൽക്കും. എന്ന് പറഞ്ഞാൽ ആൻറ്റി ഡിപ്രസൻസോ ഫിനോതയാസിൻസോ ഹാലോപെരിഡോളോ മെറ്റോക്ലോപ്പമൈഡോ ഇതൊക്കെ കുറച്ച് മെഡിസിൻസ് ആണ്. ഇതൊക്കെ കഴിച്ചാൽ പ്രൊലാക്റ്റിൻ ഹോർമോൺസിൻ്റെ അളവ് കൂടി നിൽക്കും. പ്രൊലാക്റ്റിൻ ഹോർമോൺ 100 നാനോഗ്രാം പെർ ml കൂടുതൽ ആണെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ MRI ചെയ്യിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ CT സ്കാനും ചെയ്യിക്കാം. ബട്ട് MRI ഈസ് ദ ബെസ്റ്റ്. കാരണം മാക്രോ എഡിനോമ ഓഫ് പിറ്റ്യൂട്ടറി ആകാനോ മൈക്രോ എഡിനോമ ഓഫ് പിറ്റ്യൂട്ടറി ആകാനോ ചാൻസ് ഉണ്ട്. മാക്രോ എഡിനോമ ഓഫ് പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്ററിൽ കൂടുതലുള്ള ട്യൂമർ. മൈക്രോ എഡിനോമ ഓഫ് പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്ററിൽ കുറവുള്ള ട്യൂമർ. ഇത് രണ്ടും ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു MRI ചെയ്യിച്ചു നോക്കുക. മെയിൽസിലും പ്രൊലാക്റ്റിൻ ഹോർമോൺ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ മെയിൽസിൽ പ്രൊലാക്റ്റിൻ ഹോർമോണിൻ്റെ അളവ് കൂടുവാണെങ്കിൽ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞാൽ മെയിൽസിൽ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ആകുന്ന ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ ഒലിഗോസ്പേർമിയ, സ്പേംസ് കുറവാകും. അതുകൊണ്ട് തന്നെ അവർ ഇമ്പോർട്ടൻ്റ് ആകും. ഫീമെയിൽസിൽ ഉണ്ടാകുന്ന ഗാലക്ടോറിയ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ഡിസ്ചാർജ് വെച്ച് നിങ്ങൾക്ക് ബ്രസ്റ്റിൽ വേറെ എന്തെങ്കിലും ഡിസീസസ് ആണോ അതോ പ്രൊലാക്റ്റിൻ ഹോർമോണിൻ്റെ അളവ് കൂടി നിൽക്കുന്നതാണോ എന്ന് ഈസിലി ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഹൈപ്പർ പ്രൊലാക്റ്റിനീമിയ കാരണം ബ്രസ്റ്റിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് ടിപ്പിക്കൽ വൈറ്റ് കളർ ആയിരിക്കും, ബ്രസ്റ്റ് മിൽക്ക് പോലെ തന്നെ. അപ്പോൾ വേറെ എന്തെങ്കിലും ബ്രസ്റ്റിൽ അസുഖങ്ങൾ വന്നിട്ട് ബ്രസ്റ്റ് ഡിസ്ചാർജ് വരുവാണെങ്കിൽ പസ്, വെള്ളം പോലെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊലാക്റ്റിൻ ഹോർമോൺ നോർമൽ ആക്കി നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രൊലാക്റ്റിൻ ഹോർമോണിന്റെ അളവ് കൂടുതലായിട്ടുള്ളവർ അത് നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലിലും ഫുഡിലും എന്തൊക്കെ ചേഞ്ചസ് വരുത്തണമെന്ന് ഇനിയും നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഷുഗർ ലെവൽ ബാലൻസ് ചെയ്യുക എന്നതാണ്. പഠനങ്ങൾ പറയുന്നുണ്ട് ഗ്ലൂക്കോസ് ഇന്റൻസിറ്റിവിറ്റിയാണ് പ്രൊലാക്റ്റിൻ ലെവൽ ഹൈ ആക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഷുഗർ ലെവൽ ബാലൻസ് ചെയ്ത് നിർത്തിയാൽ പ്രൊലാക്റ്റിൻ ലെവൽ നാച്ചുറലി കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ബാർലിയും ബിയറും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് തന്നെ ഒഴിവാക്കി നിർത്തുക എന്നതാണ്. കാരണം ബാർലിയിലും ബിയറിലും ഗ്ലൂട്ടൻ ഒരുപാട് കൂടുതലാണ്. ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീനാണ്. അത് വീറ്റിലും റായിലും ബാർലിയിലും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞ ഈ പ്രോട്ടീൻ പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂട്ടാൻ ഇടയാക്കുന്നു. അതുകൊണ്ട് തന്നെ ബാർലിയും ബിയറും ഒക്കെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് തന്നെ ഒഴിവാക്കി നിർത്തിയാൽ നിങ്ങൾക്ക് പ്രൊലാക്റ്റിൻ ഹോർമോൺ നാച്ചുറലി കൺട്രോൾ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് കുറയ്ക്കുക. നമ്മൾ ഒരുപാട് ടെൻഷൻ, സ്ട്രെസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ ഒരുപാട് റിലീസ് ചെയ്യും. അത് പ്രൊലാക്റ്റിൻ
പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂട്ടാൻ ഇടയാക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിവതും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഒഴിവാക്കി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. നാലാമത്തെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി ട്യൂമർ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. പ്രൊലാക്റ്റിനോമ എന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഉണ്ടാവുന്ന ഒരു നോൺ ക്യാൻസറസ് ട്യൂമറാണ്. ഇത് കാരണം പ്രൊലാക്റ്റിൻ ലെവൽ കൂടാം. അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. വാജൈനൽ ഏരിയയിൽ ഡ്രൈനസ് ഫീൽ ചെയ്യും, ഇറഗുലർ പീരീഡ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ബ്രസ്റ്റിൽ ഡിസ്ചാർജ് ഉണ്ടാകും. അപ്പോൾ അത് ഒരു MRI ചെയ്തു നോക്കി കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ട്യൂമർ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ട്യൂമർ ഉണ്ടായാൽ പേടിക്കേണ്ട ആവശ്യമില്ല. അത് റിമൂവ് ചെയ്താൽ പ്രൊലാക്റ്റിൻ ലെവൽ നോർമൽ ആകും. അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നന്നായി ഉറങ്ങുക. ഒരു 7 to 8 hours സൗണ്ട് സ്ലീപ്പ് എങ്കിലും നമ്മുടെ ശരീരത്തിന് വേണം പ്രൊലാക്റ്റിൻ ഹോർമോൺ കൺട്രോൾ ചെയ്യാനായിട്ട്. ആറാമത്തെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കരുത്. കാരണം നിപ്പിൾ സ്റ്റിമുലേറ്റ് ആകുമ്പോൾ പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. ഏഴാമത്തെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഡയറി പ്രൊഡക്ട്സ് ഒക്കെ ഓർഗാനിക് ആയാൽ അത്രയും നല്ലത്. എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ഇഞ്ചക്ഷൻസ് ഒന്നും യൂസ് ചെയ്യാത്ത ഡയറി പ്രൊഡക്ട്സ് വേണം നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട്. എട്ടാമത്തെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ രാവിലെ പച്ച പുല്ലിൽ കൂടി നടക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കും. അതുമൂലം തന്നെ പ്രൊലാക്റ്റിൻ ലെവൽ നാച്ചുറലി കുറയാൻ അത് സഹായകരമാകുന്നു. ഒമ്പതാമത്തെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ആഹാരത്തിന്റെ കൂടെ ചായ, കാപ്പി ഒക്കെ ഒഴിവാക്കുക. കാരണം കഫീൻ ഫുഡിന്റെ ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻസിനെ കൂടി ബൈൻഡ് ആക്കി ന്യൂട്രിയൻസ് ബോഡിയിൽ പ്രോപ്പർലി അബ്സോർവ് ആകാൻ സമ്മതിക്കില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 30 തൊട്ട് 45 മിനിറ്റ് ഗ്യാപ്പ് വയ്ക്കുക മീൽസിനും ചായ അല്ലെങ്കിൽ കാപ്പിക്കും തമ്മിൽ. പത്താമത്തതും ലാസ്റ്റുമായ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ പ്രൊലാക്റ്റിൻ ഹോർമോൺ കുറയ്ക്കാനായിട്ട് നമ്മുടെ ഡയറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന്. അതിൽ ആദ്യത്തേത് വൈറ്റമിൻ B6. വൈറ്റമിൻ B6 ഒരു വാട്ടർ സോലുബിൾ വൈറ്റമിൻ ആണ്. അത് നാച്ചുറലി പ്രൊലാക്റ്റിൻ കുറയ്ക്കാൻ സഹായിക്കും. വൈറ്റമിൻ B6ന് പ്രൊലാക്റ്റിൻ പ്രൊഡക്ഷൻ തടയാൻ ഉള്ള ഒരു മെക്കാനിസം ഉണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഹൈപ്പോതലാമസിൽ ഡൊപാമിനർജിക് എഫക്റ്റ് കൂട്ടും. കാരണം നമുക്കറിയാം ഡൊപാമിനും പ്രൊലാക്റ്റിനും രണ്ടും പരസ്പര വിരുദ്ധമാണ്. ഇനിയും വൈറ്റമിൻ B6ന്റെ സോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോയാബീൻ, ചിക്കൻ, ഫിഷ്, മിൽക്ക്, ഓട്സ്, പീനട്സ്, ബനാന, അവക്കാഡോ, സ്വീറ്റ് പൊട്ടാറ്റോ ഇതിലെല്ലാം വൈറ്റമിൻ B6 ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ആഹാരങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. രണ്ടാമത്തത് വൈറ്റമിൻ C അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണെന്ന് പറയാം. ഗ്രീൻ ക്യാപ്സിക്കം, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഗൂസ്ബെറി, ബ്രോക്കോളി, ലെമൺസ്, പപ്പായ, സ്ട്രോബെറി, ഓറഞ്ചസ്, നെല്ലിക്ക ഇതെല്ലാം ഡയറ്റിൽ നന്നായി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. മൂന്നാമതായി സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മീറ്റ്, ഷെൽഫിഷ്, ലെഗ്യൂംസ്, എഗ്ഗ്, മുളപ്പിച്ച പയർ വർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, ചിക്കൻ, നട്ട്സ്, പ്രത്യേകിച്ച് വാൾനട്ടിലും കാഷ്യൂനട്ടിലും ഒക്കെ സിങ്ക് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നാലാമതായി വൈറ്റമിൻ ഇ. ഇത് സൺഫ്ലവർ ഓയിലിൽ, സോയാബീൻ ഓയിലിൽ, അവക്കാഡോ, കിവി ഇതിലെല്ലാം ഉണ്ട്. അപ്പോൾ ധാരാളമായി നിങ്ങൾ ഈ ഭക്ഷണങ്ങളൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അഞ്ചാമതായി ഫൈബർ കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഹോൾ ഗ്രെയിൻ, പൾസസ്, സലാഡ്സ് ഒക്കെ ഡയറ്റിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇത്രയുമൊക്കെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലും ഫുഡിലും മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നിങ്ങൾക്ക് പ്രൊലാക്റ്റിൻ ഹോർമോൺ നാച്ചുറലി കുറയ്ക്കാൻ സാധിക്കും. പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടി നിൽക്കുന്നവർക്ക് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ടാബ്ലറ്റും അവൈലബിൾ ആണ്. അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. കാരണം അതിന് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ ആ ടാബ്ലറ്റ് കഴിക്കുക. കാരണം അതിന് സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലോ വേറെ എന്തെങ്കിലും ടോപ്പിക്സിനെ പറ്റി അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലോ താഴെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.